പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും അച്ഛൻ്റെയോ ഏതെങ്കിലും ഒരു സിസ്റ്ററുടെയോ ഏതെങ്കിലും ഒരു പ്രയർ ഗ്രൂപ്പ് ലീഡറുടെയോ മോശമായ പെരുമാറ്റം കൊണ്ട് അല്ലെങ്കിൽ നമ്മളോട് നന്നായിട്ട് പെരുമാറാത്തത് കൊണ്ട് നമ്മളിങ്ങനെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാരുണ്ടോ? പ്രയർ ഗ്രൂപ്പിലേക്ക് പോകാതെ ഇങ്ങനെയുള്ളവരൊക്കെ ഉള്ളിടത്തേക്ക് ഞാൻ വരുന്നില്ല അല്ലെങ്കിൽ അവരുടെ ഒരു പെരുമാറ്റം ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അയാൾ ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പ്രയർ ഗ്രൂപ്പിന് പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കുർബാനയ്ക്ക് പോകുന്നില്ല, ഞാൻ കുമ്പസാരിക്കാൻ പോകുന്നില്ല, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് നിൽക്കുന്നത്, എന്തിനാണ് ഞാൻ പോകുന്നേ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ? അങ്ങനെയുള്ളവരോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ വ്യക്തിയെ പ്രതി എത്രമാത്രം വിഷമിക്കുന്നുണ്ടോ അതിൻ്റെ 1000 ഇരട്ടി വിഷമം ഈശോയ്ക്കുണ്ട്. ഈ വ്യക്തി നമ്മളെ ഇങ്ങനെ വിഷമത്തിലേക്ക് നയിച്ച, ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് അകറ്റിയ ആ വ്യക്തിയെ പ്രതി നമുക്കുള്ളതിനേക്കാൾ 1000 ഇരട്ടി വിഷമം ഈശോയ്ക്കുണ്ട്. ഈശോയ്ക്ക് ഇത്രമാത്രം എക്സ്പീരിയൻസ് കിട്ടിയിട്ടും ആ മനുഷ്യന് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നോർത്ത് ഭയങ്കര വിഷമത്തിലിരിക്കുന്ന ഈശോയുടെ അടുത്ത് നമ്മൾ പറയുവാണ്, ഈശോയെ, ഇയാൾ കാരണം ഞാനും കുർബാനയ്ക്ക് വരുന്നില്ല, ഇയാൾ കാരണം ഞാനും പ്രാർത്ഥിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പം കർത്താവിന് വിഷമം ഇരട്ടിക്കുക ചെയ്യുന്നത്. അയാൾ ഞാൻ പറയുന്ന പോലെ കേൾക്കുന്നില്ല, പക്ഷെ നീയും കൊച്ചെ ഈശോ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ചെയ്യുന്നില്ലല്ലോ എന്നൊരു വിഷമേ ഈശോയ്ക്ക് നമ്മൾ ഇരട്ടി വിഷമം കൊടുക്കുക ചെയ്യുന്നത്. ബൈബിളിൻ്റെ വചനമുണ്ട്, വിശ്വാസത്തിൻ്റെ നാഥനും, ഹെബ്രായ 12:2, വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നതിനുമായ ക്രിസ്തുവിനെ കണ്ടു വേണം നിങ്ങളോടാൻ. നമ്മൾ ആരെ നോക്കി ഓടിക്കൊണ്ടിരുന്നത്? നമ്മൾ ഇത്ര മാത്രം ഈശോയ്ക്ക് വേണ്ടി ഓടിക്കൊണ്ടിരുന്നതൊക്കെ ആരെ നോക്കിയാ? ഈ അച്ഛനെ നോക്കിയാണോ? ഈ വ്യക്തിയെ നോക്കിയാണോ ഞാൻ ഓടിക്കൊണ്ടിരുന്നത്? ഈശോനെ നോക്കിയാണോ ഞാൻ ഓടിയത്? ഈശോനെ നോക്കിയാണ് ഞാൻ ഓടിയതെങ്കിൽ ഒരു കാരണവശാലും ഒരു മനുഷ്യൻ്റെ തെറ്റായ പ്രവൃത്തി നമ്മളെ ഈശോയിൽ നിന്ന് മാറ്റത്തില്ല. ഒരു മനുഷ്യൻ്റെ തെറ്റായ പ്രവൃത്തി ഒരു കാരണവശാലും നമ്മൾ ഈശോയിൽ നിന്ന് മാറ്റത്തില്ല. നമ്മൾ ഈശോയെ നോക്കിയാണ് ഓടിയതെങ്കിൽ പൂർണ്ണനായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ഈശോയാണ്. ഒരു തെറ്റും ചെയ്യാതെ എന്നും പൂർണ്ണമായിട്ടിരിക്കുന്ന ഒറ്റയാളേ ഉള്ളത് ഈശോയാണ്. അത് മനസ്സിലാക്കുക. എല്ലാ മനുഷ്യർക്കും തെറ്റുണ്ടാവും. നമ്മൾ ഒരാളെ നോക്കിയിട്ട് ഒരാളുടെ തെറ്റായ പ്രവൃത്തി കൊണ്ട് ഒരു കാരണവശാലും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറരുത്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നോ പ്രയർ ഗ്രൂപ്പിൽ നിന്നോ മാറരുത്. അങ്ങനെ മാറുമ്പം ഞാൻ പറയുക, ഞാൻ ഇത്ര കാലവും ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് ഈശോയെ നോക്കിയല്ല, ഈ വ്യക്തിയെ നോക്കിയാന്ന് നമ്മൾ പ്രഖ്യാപിക്കുക ചെയ്യുന്നത്. അങ്ങനെ ആവല്ല്. എൻ്റെ ഈശോയെ പ്രതി, എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ഇത്രയും നാൾ ഓടിയത് എന്നൊരു കാര്യം നമുക്ക് പറയാൻ പറ്റണം. തെറ്റ്, ദുഷ്പ്രേരണ ഉണ്ടാക്കുന്നവരോട് കർത്താവ് പറയുന്നു, ലൂക്കാ 17:2, ഈ ചെറിയൊരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു വചനമുള്ളിലിരിക്കട്ടെ. ആരും ഒരാളെയും നോക്കി ഈശോയെ സ്നേഹിക്കാതിരിക്കട്ടെ. കർത്താവിനെ നോക്കി സ്നേഹിക്കുക. ഇതുവരെ ആരെങ്കിലും ഫോക്കസ് ചെയ്താൽ സ്നേഹിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ആ ഫോക്കസ് ഈശോയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈശോയെ സ്നേഹിക്കാം, ഗ്രൂപ്പിൽ പോവാം.